ഇന്നലെ ശ്രീയാൻ്റെ സ്കൂളിൽ, അതായത് യൂറോ കിറ്റിൽ നടന്നൊരു കുഞ്ഞ് ഫാദേഴ്സ് ഡേ സെലിബ്രേഷനാണ് കേട്ടോ. ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു സെലിബ്രേഷൻ ആയതുകൊണ്ട് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് പാരൻസും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10-10:30 ആകുമ്പോഴേക്ക് എത്തി. 11 മണിക്കാണ് പ്രോഗ്രാമൊക്കെ തുടങ്ങിയത്. അച്ഛന്മാർക്കുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. സംഭവം കുറച്ച് നല്ല രസമായിരുന്നു. എനിക്ക് ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ അച്ഛന്മാരെ ഇങ്ങനെയൊക്കെ ഇപ്പോഴൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നൊരു വിശ്വാസം മാത്രം നമുക്ക്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വന്നവരൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ യൂറോ കിറ്റിലാണ് ചേർത്തിയിരിക്കുന്നത്. ഒരു 10 ഡേയ്സേ ആയിട്ടുള്ളൂ സ്കൂൾ തുറന്നിട്ട്. നഴ്സറിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾ ഭയങ്കര കംഫർട്ടബിളാണ്. അവിടെ നല്ല ഒരു സ്കൂൾ തന്നെയാണ്. കർമ്മൽറാമിലാണ് ഞങ്ങൾ ചേർത്ത് വിട്ടിരിക്കുന്നത്. അടിപൊളിയായിരുന്നു പ്രോഗ്രാം വന്നിട്ട്. ഒരുപാട് പ്ലേ ഗ്രൂപ്പ്, നഴ്സറി, അതേപോലെ തന്നെ LKG UKG കിഡ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. അച്ഛന്മാരും കുട്ടികളും തമ്മിൽ മിങ്കിൾ ചെയ്യാനുള്ളൊരു സെഷനായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഒരുപാട് ആക്ടിവിറ്റീസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ കണ്ടോ, കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം കുറച്ച് ബലൂൺ ഗെയിംസ്, കുട്ടികളെടുത്ത് ഓടുക, അതേപോലെ കളറിങ്സ്. പിന്നെ ആദ്യം കുറച്ച് നേരം അവർ ടീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്ലേ ഗ്രൂപ്പിന് ഏത് ടീച്ചറാണ്, അതേപോലെ ഏതാണ് അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ്, അതേപോലെ നഴ്സറിക്ക് ഏതാണ്, 2 ബാച്ചുണ്ട് നഴ്സറി. പിന്നെന്താ പറയുക, എല്ലാ ബാച്ചിനുള്ള ടീച്ചേഴ്സിനെയൊക്കെ അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വന്നവർക്കൊക്കെ താങ്ക്സ് പറയുന്നുണ്ട്. കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു മൊമെൻ്റായിരുന്നു. ഒരു 1 അവറിൽ അവർ പെട്ടെന്ന് എല്ലാം തീർക്കാൻ ശ്രമിച്ചു. തീർത്ത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ സമ്മതിക്കണം കേട്ടോ. ഈ സത്യം പറഞ്ഞ ടീച്ചർമാരെ ഒരുപാട് നേരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട് തന്നെ. പക്ഷെ അവർക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അത്. ഇത് ഇവരുടെ പ്ലേ ഏരിയ പോലത്തെ സംഭവങ്ങളാണ്. ക്ലാസ് റൂംസൊക്കെ ഡൗണിലായിരുന്നു. ഇവിടെ ആക്ടിവിറ്റീസ്, ജിംനാസ്റ്റിക്സ് ഒക്കെ അവർ ഓൾറെഡി നടത്തുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവം ഇവിടെ തന്നെയാണ്. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെ കുട്ടികളെ എടുത്തുകൊണ്ട് പോയിട്ട് കാലിൽ വെച്ച് ഓടുന്നൊരു ഗെയിമാണ് അവർ കണ്ടക്ട് ചെയ്തത്. ഒരു 2-3 സെഷൻസായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് കുട്ടികൾ ബോൾ ത്രോ ചെയ്ത് കൊടുക്കുക, അത് അച്ഛന്മാർ പിടിക്കുക എന്നുള്ളൊരു ഗെയിമായിരുന്നു. അതും ഒരു 4-5 ബാച്ചായിട്ടാണ്. സാറ് വെയിറ്റിംഗ് ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതും ഒരു 3-ാമത്തെ സെഷനിലാണ് കിട്ടിയത്. കാരണം ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. അവർക്കൊക്കെ കളിക്കാൻ എക്സൈറ്റഡ് ആണ്. പിന്നെ കുട്ടികളെ എടുത്ത് ബലൂണ് കാലുകൊണ്ട് കെട്ടിയതിന് മറ്റുള്ളവരുടെ കാലിലെ പൊട്ടിക്കുക എന്നുള്ളൊരു ഗെയിമായിരുന്നു. അതും ഒരു രസമായിരുന്നു. അച്ഛന്മാർ വന്നിട്ട് കുട്ടികളെ എടുത്ത് കെട്ടിക്കുക. ഫുൾ അച്ഛന്മാരായിരുന്നു കേട്ടോ. അമ്മമാർക്കൊന്നും ഒരു ഇതിൽ പങ്കില്ല. ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. ഞാനിവിടെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു. പിന്നെ അച്ഛന്മാരുടെ സാരി ഉടുക്കൽ ഒരു ഇതായിരുന്നു. സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. സാരി ഉടുക്കുക എന്നുള്ളത്. അത് പക്ഷേ അധികം പേരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും നൈസ്. അതിന് എഫേർട്ട് ഇട്ടവർ കുറച്ച് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അവർക്കൊരു സ്പെഷ്യൽ അപ്രിസിയേഷൻ വേണ്ടത് തന്നെ വേണം.
പിന്നെ ലാസ്റ്റായിട്ട് പെയിൻറ്റിങ് സെഷൻ ഓരോരോ സെക്ഷൻസായിട്ട് അച്ഛന്മാരും ബെസ്റ്റ് ഡാഡ് ടൈ അച്ഛന്മാർക്ക് കളേഴ്സൊക്കെ കൊടുത്ത് അച്ഛന്മാരുടെ കൂടെ കളേഴ്സും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സും ചെയ്യണം. അതൊരു 10 മിനിറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഓരോ അച്ഛന്മാരും അമ്മമാരും താങ്ക്സ് പറഞ്ഞു. അവർ പാരൻസിനോട് താങ്ക്സ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. ഞങ്ങൾ പുറത്തേക്ക് പോകാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡിലേ ആവണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ വേഗം 12:10 ആകുമ്പോഴേക്കും ഇറങ്ങി. നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു, നല്ലൊരു മൊമെൻറ്റ് തന്നെയായിരുന്നു. ഇതുപോലെ അവർ ഒരുപാട് മൊമെൻറ്റ്സ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ടൈം സ്പെൻഡ് ചെയ്ത അച്ഛനും മോനും എല്ലാവരും ഹാപ്പിയാണെന്ന് കഴിഞ്ഞു. ഹാപ്പി ഫാദേഴ്സ് ഡേ. പിന്നെ എല്ലാ ഫാദേഴ്സിനും മദേഴ്സിനും അതായത് പാരൻസിനും എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോരോ കുട്ടികളുടെ ക്ലാസ് റൂം കാണാൻ ഈവൻ ഞാനും അതുപോലെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അവൻ ചെക്കൻ വന്നിട്ട് ക്ലാസ് റൂമൊക്കെ കാണിച്ചു തന്നു. അമ്മ ഇതാണ് കേട്ടോ എൻ്റെ ക്ലാസ് റൂം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു. അവൻ യൂസ്ഡ് ആവുന്നേ ഉള്ളൂ, 10 days ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.